Dear students, അടുത്തതായിട്ട് നമ്മൾ റീനൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസസ് ആണ് വരുന്നത്. കൾച്ചറൽ പ്രാക്ടീസസ്, അതുപോലെ തന്നെ ട്രഡീഷൻസ്, നമുക്കിതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ചോയ്സസിന് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അതായത് ഇപ്പോൾ ധനികനും സാധാരണക്കാരനും അവർ തമ്മിലുള്ള ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ് വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ബിഹേവിയറൽ ആസ്പെക്ട്സ് ആണ്. ഇൻഡിവിജ്വൽ ബിഹേവിയർ സച്ച് എസ് കുക്കിംഗ് ഹാബിറ്റ്സ്, മീൽ ടൈമിംഗ്, സ്നാക്കിംഗ് contribute to food patterns and can either promote or hinder health. അതായത് നമുക്ക് ബിഹേവിയറൽ ആസ്പെക്ട്സിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ കുക്കിംഗ് ഹാബിറ്റ്സിനനുസരിച്ച് ഇതുപോലെ തന്നെ ന്യൂട്രീഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഫുഡ് കുറേ അധികം വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ നന്നായി വേവിക്കുന്നവരായിരിക്കും. അങ്ങനെ നന്നായി വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ ന്യൂട്രീഷനൊക്കെ പോയി. എന്നാൽ ചിലർ ആവിയിൽ വേവിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒരേ ഫുഡ് കഴിക്കുകയാണെങ്കിലും ആ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പയറിങ്ങിൻ്റെ രീതിക്ക് അനുസരിച്ചും എന്ത് സംഭവിക്കുന്നുണ്ട്, ന്യൂട്രീഷൻസ് നമുക്ക് കിട്ടുന്നതിൻ്റെ അളവിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം, അതിൻ്റെ വ്യത്യാസം കാരണം കൊണ്ട് ഇതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കുന്നുണ്ട്. സ്നാക്കിങ്, പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷൻസ് എത്തുന്നതിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അടുത്ത പറയുന്നത് റെക്കമെൻഡേഷൻസ് ഫോർ ഹെൽത്തിയർ ഫുഡ് പാറ്റേൺസ് ആണ്. അതിൽ പറയുന്നത് നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിനെ വേണം എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ധാന്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഫുഡുകൾ കഴിക്കുന്നതിൽ ന്യൂട്രീഷ്യൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പുവരുത്താം. നെക്സ്റ്റ് വരുന്നത് ഹെൽത്തിയർ ആയിട്ടുള്ള കുക്കിംഗ് ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതായത് കറക്റ്റായിട്ട് ഫുഡ് ചോയ്സസ് ഒക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് വരുന്നത് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ആണ്. കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. അതിൽ വരുന്നത് ട്രഡീഷൻസ് ആൻഡ് ബെനിഫിറ്റ്സിൽ വരുന്നത് നമുക്ക് പലതരത്തിലുള്ള, അതായത് വെജിറ്റേറിയൻസ് വെജിറ്റേറിയൻ ഫുഡുകൾ മാത്രമാണ് കഴിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ചിലർ നോൺ വെജിറ്റേറിയൻസ് ആണ്, അത് നോൺ മാത്രം കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഫുഡിൻ്റെ രീതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് ഫാസ്റ്റിംഗ്, റിലീജിയൻസ് അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഇപ്പോൾ ബ്രാഹ്മിൻസ് ആണെങ്കിൽ അവർ വെജിറ്റേറിയൻ മാത്രം കഴിക്കുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന രീതിയിലാണെങ്കിലും ചിലർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലർക്ക് ഇപ്പോൾ നോമ്പ് കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ പലതരത്തിൽ നമുക്ക് പല ആളുകളിലും ഇപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് വരുന്നത് ഫാമിലി പ്രാക്ടീസ് ആണ്. ഫാമിലി പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ചെറുപ്പം മുതലേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നൊരു സാധനം വാങ്ങിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഫിഷൊന്നും വാങ്ങിക്കില്ല, ഫിഷ് ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാളുടെ ലൈഫിൽ ഫിഷ് കഴിക്കാൻ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അതിൽ വരുന്നത് ഇൻകം ലെവലാണ്. ഇൻകം ലെവൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ധനികനായിട്ടുള്ള ഒരാൾക്ക് നട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്നും കഴിക്കാനായിട്ട്, പാലും മുട്ടയൊക്കെ എന്നും എല്ലാ ദിവസവും കഴിക്കാനായിട്ട് പറ്റും. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ നട്ട്സൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടായിരിക്കും അയാൾ വാങ്ങിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു ഇൻകം ലെവലിനനുസരിച്ചുള്ള ഐറ്റംസ് ആയിരിക്കും അവർ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണെങ്കിലും ന്യൂട്രീഷൻ ലെവലിലെ വ്യത്യാസങ്ങൾ വരും. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷണൽ എഫക്റ്റ് ഫുഡ് സെലക്ഷൻ, അതായത് നമുക്ക് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്കിപ്പോൾ കുറേ അറിവുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് കുറേ അധികം അറിവുകൾ എങ്ങനെ വേണം ഫുഡ് കഴിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അറിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ള ഇല്ലെങ്കിൽ വിവേകമുള്ള ഒരാൾക്ക് ഏതൊക്കെ ഫുഡുകളാണ് നല്ലത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡുകൾ നമ്മൾ അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമാവോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു.
നെക്സ്റ്റ് വരുന്നത് ജോഗ്രഫിക് ലൊക്കേഷൻ വരുമ്പോൾ അതിൽ ഫുഡ് അവൈലബിലിറ്റി ആണ് വരുന്നത്. ഫുഡ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന റീജിയനിൽ ഇന്ന ഫുഡുകൾ കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഉള്ള ഫുഡുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. പിന്നെ ക്ലൈമറ്റ്, ലോക്കൽ ക്ലൈമറ്റ് ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്, അതായത് ചില ക്ലൈമറ്റിൽ മാത്രം ഉണ്ടാവുന്ന ഫുഡ് ഐറ്റംസ് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൻ്റെ സമയത്ത് നമ്മൾ ഫുള്ള് അത് തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ വേനൽക്കാലമാണെങ്കിൽ ഫുള്ള് നമ്മുടെ ഫുഡിൽ എന്തായിരിക്കും, മാങ്ങയായിരിക്കും. അല്ലെങ്കിൽ ചക്കയുടെ സമയമായി കഴിഞ്ഞാൽ ഫുള്ള് ചക്കയുടെ ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ഫുഡിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചുകൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. പേഴ്സണൽ പ്രിഫറൻസസ് എന്ന് പറയുമ്പോൾ ടേസ്റ്റും ടെക്സ്ചറാണ് വരുന്നത്. അപ്പം നമുക്ക് ഫ്ലേവർ, അതുപോലെ തന്നെ ഫുഡ് ടെക്സ്ചറിനനുസരിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫുഡ് ചോയ്സുകൾ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ സെൻസറി അപ്പീൽ എന്ന് പറഞ്ഞാൽ വിഷ്വൽ പ്രസൻറ്റേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ ചിലർക്ക് എന്താണ്, ചിലരുണ്ടാക്കിയ ഫുഡുകൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ടൊക്കെ തോന്നാറുണ്ട്. പിന്നെ വരുന്നത് ഹെൽത്ത് കൺസിഡറേഷൻസ് ആണ്. ഹെൽത്ത് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഏത് ഫുഡാണെങ്കിലും ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഡയബറ്റിസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ ഷുഗറുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കില്ല, നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ്, നമുക്ക് പാലുൽപ്പന്നങ്ങൾ അത് മര്യാദയ്ക്ക് ദഹിക്കില്ല നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മളെന്താണ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഹെൽത്ത് ട്രെൻഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഹെൽത്ത് ട്രെൻഡ്സ് ഇപ്പോൾ നമ്മൾ കുറേ അധികം ട്രെൻഡുകൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ചാനലുകളിലൂടെയും കുറേ അധികം ട്രെൻഡി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ളതായിരുന്നു ഗ്ലൂട്ടാതയോണിൻ്റെ എന്താണ് ABC ജ്യൂസ് നമ്മൾ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ABC ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുന്നേറുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ സോഷ്യൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. സോഷ്യൽ ഇൻഫ്ലുവൻസിൽ പീർ പ്രഷർ പറയുന്നുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ സർക്കിൾസ് ക്യാൻ ഇമ്പാക്റ്റ് ഫുഡ് ചോയ്സസ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ സോഷ്യൽ സർക്കിൾസും ഇതുപോലെ തന്നെ നമുക്ക് ഫുഡ് ചോയ്സസ് തിരഞ്ഞെടുക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത്, അതായത് നമുക്കിപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് മാത്രം ഇന്ന ഫുഡല്ല, നമ്മൾ ആ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഒരു നേരമെങ്കിലും ഇപ്പോൾ അത് അൺഹെൽത്തി ആണെങ്കിൽ കൂടി നമ്മളത് ചിലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് മീഡിയ ആൻഡ് അഡ്വർടൈസിങ്. അതായത് മീഡിയാസിലൂടെ നമുക്ക് കുറേ അധികം അഡ്വർടൈസ്മെൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് എന്താണ്, അത് കഴിക്കാനായിട്ട് അത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ടി വിയിൽ മാഗിയുടെയൊക്കെ ഒരു പരസ്യമൊക്കെ കാണുമ്പോൾ എന്താണ്, അത് നമുക്ക് അപ്പം തന്നെ തിന്നാനായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇല്ലെങ്കിൽ ബിരിയാണി റൈസ് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന കറി പൗഡർ കൊണ്ടുള്ള സാമ്പാർ. അപ്പം അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് വഴി നമുക്ക് എന്താണ്, ആ പ്രൊഡക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കാനും ചിലപ്പോൾ അത് അൺഹെൽത്തി ആണെങ്കിൽ കൂടി നമുക്കത് യൂസ് ചെയ്യാനൊക്കെ യൂസ്ഡ് ആവാനൊക്കെ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ട്. പിന്നെ വരുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ട്. ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ഈറ്റ് ഇൻ റെസ്പോൺസ് ടു ഇമോഷൻസ് സച്ച് എസ് സ്ട്രെസ്, ബോർഡം ഓർ ഹാപ്പിനെസ് ഇമ്പാക്റ്റ് ദെയർ ഫുഡ് ചോയ്സസ്. അതായത് നമുക്കിപ്പോൾ ചിലർക്കാണെങ്കിൽ ഇമോഷൻ അനുസരിച്ചിട്ട് ഫുഡ് ഐറ്റംസിൽ വ്യത്യാസങ്ങൾ വരും. ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, സങ്കടം വരുന്ന സമയത്ത് ചിലപ്പോൾ ചോക്ലേറ്റ്സ് കഴിക്കണം, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് ഇന്ന ഫുഡുകളാണ് കഴിക്കുക. അങ്ങനെ ചില വ്യത്യാസങ്ങൾ നമുക്ക് വരാറുണ്ട്. പിന്നെ ബോഡി ഇമേജിനനുസരിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ആൻഡ് അപ്പിയറൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് ചോയ്സസ്. അതായത് നമ്മുടെ ബോഡി അപ്പിയറൻസിനനുസരിച്ച് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിലാണെങ്കിലും നമ്മുടെ ചോയ്സുകളിലാണെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഗ്രോസറി സ്റ്റോഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് ഡിസേർട്ട്സ്, ഇതൊക്കെ എന്താണ്,
ഇതൊക്കെ നമുക്ക് ഫുഡ് ചോയ്സസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. പിന്നെ കൺവീനിയൻസ്, ബിസി ലൈഫ് സ്റ്റൈൽസ് മേ ലീഡ് ടു സെലക്ഷൻ ഓഫ് കൺവീനിയൻറ്റ് പ്രോസസ്ഡ് ഫുഡ് ഓവർ ഫ്രഷ് ഓപ്ഷൻ. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മൾ ബിസിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്കിതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ കിട്ടുന്ന ഫുഡുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാറൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫുഡ് സെലക്ഷനാണ്. ഫുഡ് സെലക്ഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ചൂസ് ഫ്രഷ് പ്രൊഡ്യൂസാണ്. ചൂസ് ഫ്രഷ് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് നമുക്കിപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ എന്താണ് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടുക? നമുക്കിപ്പോൾ പലതരത്തിലുള്ള നമ്മുടെ സീസൺസിൽ. അതുപോലെ തന്നെ ഫേം ആൻഡ് ഫ്രീ ഫ്രം ബ്രൂസസ് ഓർ ബ്ലെമിഷസ്. ഫ്രഷ് പ്രൊഡ്യൂസ് ജനറലി ഹാസ് ഹയർ ന്യൂട്രീഷണൽ ക്വാളിറ്റി. എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം കഴിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരു കൂടുതലായിട്ട് നമുക്ക് അതിൽ ന്യൂട്രീഷൻസൊക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് റീഡ് ലാബിൾസ് ആണ്. റീഡ് ലാബിൾസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരു ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ലാബിൽ നമ്മൾ ശ്രദ്ധിക്കാം. അതിലെന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സൈസ് എത്രയാണ്, കലോറീസ് എത്രയാണ്, അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസ്, പിന്നെ അഡിറ്റീവ്സ് എത്രത്തോളം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എത്രത്തോളം ആഡഡ് ഷുഗേഴ്സ് അതിൽ ചേർത്തിട്ടുണ്ട്, അൺഹെൽത്തി ഫാറ്റ്സ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ഓപ്റ്റ് ഫോർ വോൾ ഗ്രെയിൻസ് ആണ്. അതിൽ നമുക്ക് എന്താണ് നമ്മൾ എല്ലാ ധാന്യവർഗ്ഗങ്ങളും നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രോസസ്സഡ് ആയിട്ടുള്ള ഫുഡുകൾ അത് നമ്മൾ പരമാവധി അതായത് നമ്മളത് പരമാവധി കുറയ്ക്കാനായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്കത് എന്താണ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഐറ്റംസ് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ക്വാളിറ്റി അനുസരിച്ച് എന്താണ് അതിൽ ഫൈബേഴ്സും അതുപോലെ തന്നെ ന്യൂട്രിയൻസൊക്കെ എന്താണ് വളരെ കുറവായിട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ആസസ് പ്രോട്ടീൻ സോഴ്സസ് ആണ്. അതിൽ വരുന്നത് നമ്മൾ വെറൈറ്റി ഓഫ് പ്രോട്ടീൻ സോഴ്സസ് എന്ത് ചെയ്യണം, നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ എന്താണ് സച്ചസ് ലീൻ മീറ്റ്സ്, ഫിഷ്, ലെഗ്യൂംസ്, നട്ട്സ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫുഡ് സ്റ്റോറേജ് ടെക്നിക്സ് ആണ്.